നമസ്കാരം. ബ്രിട്ടീഷ് സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സർക്കാർ ധനസഹായം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ പലരും ഇസ്ലാമിക ഭീകരവാദത്തിൽ ആകൃഷ്ടരായി അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാത്ത UK തീരുമാനത്തെ ചൊല്ലി ദീർഘകാലമായി UK-യും UAE-യും തമ്മിൽ ഭിന്നതകളുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ UAE ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകുന്നതും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനുള്ള അർഹതയുള്ളതുമായ അന്താരാഷ്ട്ര സർവകലാശാലയുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. UK ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്ന സ്കോളർഷിപ്പിൽ നിന്ന് UK ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഇപ്പോഴും ഈ ധനസഹായത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് UAE. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിൽ ആകൃഷ്ടരായി UK-യിൽ നിന്നും അങ്ങോട്ട് പോയത്. സർക്കാർ സ്കോളർഷിപ്പുകൾക്ക് അർഹമായ ആഗോള സർവകലാശാലയുടെ പട്ടികയിൽ നിന്ന് ബ്രിട്ടീഷ് സർവകലാശാലയെ അബുദാബി ഈ അടുത്തയിടെയാണ് ഒഴിവാക്കിയത്. വിദേശത്ത് പഠിക്കാൻ സർക്കാർ ധനസഹായത്തെ ആശ്രയിക്കുന്ന UAE വിദ്യാർത്ഥികളെ ഈ തീരുമാനം വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. 2017-2024 ഇടയിൽ UK സർവകലാശാലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം സ്റ്റഡി വിസ അനുവദിച്ച UAE വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറയുകയാണ് ഉണ്ടായത്. UK സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് ഭാവിയിൽ ആശങ്കയുണ്ട് എന്നും UAE പറഞ്ഞു. ദീർഘകാല സഖ്യകക്ഷികളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ബ്രിട്ടീഷ് സർവകലാശാല ക്യാമ്പസുകളിൽ ഇസ്ലാമിക് തീവ്രവാദം വളരാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയിലാണ് UAE സർക്കാർ നൽകുന്ന ഉദാരമായ സ്കോളർഷിപ്പുകൾ പ്രയോജനപ്പെടുത്തി UAE-യിലെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടൻ. എന്നാൽ കഴിഞ്ഞ ജൂണിന് മുമ്പ് തന്നെ UK-യിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പുതിയ വിദ്യാർത്ഥികൾക്കുള്ള സർക്കാർ ധനസഹായം കുറച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ പഠനം ആരംഭിച്ച വിദ്യാർത്ഥികൾക്ക് ധനസഹായം തുടരുമെന്നും എന്നാൽ പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല എന്നും UAE അറിയിച്ചു. ബ്രിട്ടീഷ് സർവകലാശാലകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെക്കുറിച്ച് UK-യുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ ഇത് ബോധപൂർവമായി എടുത്ത തീരുമാനം തന്നെയാണ് എന്ന് UAE സർക്കാർ വ്യക്തമാക്കി. തങ്ങളുടെ കുട്ടികൾ ക്യാമ്പസുകളിൽ വെച്ച് ഭീകരവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഔദ്യോഗിക വൃത്തങ്ങളിലൂടെ അറിയിച്ചു. ഇത് യാദൃശ്ചികമായി ഉണ്ടായ സംഭവമല്ല, കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് എന്നാണ് സർക്കാർ വാദം. സ്വദേശത്തും വിദേശത്തുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരെ കർശനമായ നിലപാടുകളാണ് ഇപ്പോൾ UAE സ്വീകരിച്ചു വരുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാത്ത UK-യുടെ തീരുമാനത്തെ അബുദാബി ആവർത്തിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ 2015 ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ഈ പുനഃപരിശോധനയിൽ ഗ്രൂപ്പിന് ബ്രിട്ടനിലോ ബ്രിട്ടനെതിരായോ ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. എങ്കിലും ഈ വിഷയം നിലവിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ സർക്കാർ കഴിഞ്ഞ വർഷം തന്നെ വ്യക്തമാക്കിയിരുന്നു. UK സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023-24 അധ്യയന വർഷത്തിൽ ബ്രിട്ടീഷ് സർവകലാശാലകളിൽ 70 വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ സ്കോളർഷിപ്പിലൂടെ പഠനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് ഒരു വലിയ കണക്ക് ആയിരുന്നുവെങ്കിലും നിലവിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ UAE-യിലെ വിദ്യാർത്ഥികൾ UK-യിലേക്ക് എത്താത്തത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. എന്തായാലും വരും നാളുകളിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UK കർശനമായി തന്നെ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.